ഹലോ. ഹലോ. പറ. എവിടെ? ഞാനിതാ വീട്ടിലുണ്ട്. വീട്ടിലാ? ആ എനിക്ക് എൻ്റെ ഉമ്മാന്റെ വോയിസ് ഇതിൽ വന്ന് നല്ല സങ്കടം. ഞാൻ ജാസിന്ന് പറയും, ജാസിക്കും അറിയാം. ജാസി പറഞ്ഞത് വെച്ചാൽ ഉമ്മായിട്ട് ഇങ്ങനെ പറയുന്നത്, പിന്നെ ഓരോരുത്തരും മുതലെടുക്കണേ. ഇപ്പൊ ഇനി ബ്രോ എൻ്റെ ഉമ്മാന്റെ അടുത്ത് വിട്ട് ആഷിൻ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാം പറഞ്ഞാൽ ബ്രോന്റെ നമ്പർ അടിച്ച് എൻ്റെ അമ്മ ചാറ്റ് ചെയ്യും. പക്ഷെ ഉമ്മാക്ക് വേറെ ഒന്നുമില്ല, എന്നെ അവിടെ കിട്ടിയാൽ മതി. എൻ്റെ സ്നേഹം കൊണ്ടാണ്, അതെനിക്കറിയാം. മനസ്സിലായോ? അപ്പൊ അതിലൊരുപാട് ആൾക്കാർ മുതലെടുത്തു. പക്ഷെ ജാസിനെ എങ്ങനെ വിളിച്ച്, ജാസിനെ എന്ന് വെച്ചാൽ എൻ്റെ മോനെ അങ്ങനെ വശീകരിച്ച് നിർത്തിയ എൻ്റെ ഇപ്പോൾ ആദ്യത്തെ പ്രണയം ഏതാണ്, എന്താണ്? സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കും എന്താണെങ്കിലും, എല്ലാവരും അങ്ങനെയാണല്ലോ. എന്താണ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ? ഓഫ്കോഴ്സ് ഒരു 8ലെല്ലാം പഠിക്കുമ്പോഴായിരുന്നു. പേര് വെളിപ്പെടുത്തിക്കോ. എത്രയോ പേര് കാണും, പേര് വെളിപ്പെടുത്തുന്ന താല്പര്യം. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജാസി ആഷി അവരുടെ ഇന്റർവ്യൂസുകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആഷിയുടെ മാത്രമായ ഒരു ഇന്റർവ്യൂസ് നമ്മൾ എങ്ങും കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ആഷിയുടെ മാത്രമായിട്ട് ഒരു ഇന്റർവ്യൂസ് ഞാൻ കാണാനിടയായി. ശരിക്കും അതിനകത്ത് ആഷി പറയുന്നുണ്ട്, ഞാനൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു പണ്ട്. പക്ഷേ ആ പെൺകുട്ടി എന്നെ ചതിച്ചതിന് ശേഷം ഞാൻ വളരെ ഡിപ്രഷനായി. ഞാൻ എന്റെ മരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൈയൊക്കെ മുറിച്ചു എന്നൊക്കെ ഈ ആഷി പറയുന്നുണ്ട്. ശരിക്കും ആ പെൺകുട്ടി ഇന്ന് ഈ ആഷിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഉമ്മയുടെ കണ്ണീരിങ്ങനെ ജനങ്ങളൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. എന്തായാലും വിധിച്ചതല്ലേ നടക്കുള്ളൂ. ആദ്യത്തെ പ്രണയം ഏതാണ്, എന്താണ്? സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കും എന്താണെങ്കിലും, എല്ലാവരും അങ്ങനെയാണല്ലോ. എന്താണ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ? ഓഫ്കോഴ്സ് ഒരു 8ലെല്ലാം പഠിക്കുമ്പോഴായിരുന്നു. പേര് വെളിപ്പെടുത്തിക്കോ. എത്രയോ പേര് കാണും, പേര് വെളിപ്പെടുത്തുന്ന താല്പര്യമില്ല. ആ കുട്ടിയായിരുന്നു ഫസ്റ്റ് വന്ന്, എനിക്കും ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചെറുപ്പത്തിലെല്ലാം മെയിൻ സ്കൂൾ ഒരു ഡോൺ ആകണം, ആ ഒരു മെയിൻ്റെ അല്ല വില്ലന. അപ്പൊ നമ്മുടെ സ്കൂളിന്റെ അടുത്ത് തന്നെ, സ്കൂളൊന്നും കൂടുതൽ പോക്കില്ല, ഫുട്ബോള് സ്കൂളിൽ നിന്ന് സ്കൂൾ ടീമിൽ കളിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിന്റെ അടുത്ത് തിയേറ്റർ, സ്കൂൾ തൊട്ടടിക്കും പടത്തിന് പോകും. ആ ഒരു മൂടായിരുന്നു, ഫുൾ ചില്ലായി നിൽക്കുക. അപ്പത്തെ പിള്ളേരുടെ കൂടെ ഒക്കെ അലമ്പ് കളിച്ച് നടക്കുന്ന മൂടായിരുന്നു. അപ്പോഴേ കുട്ടി വന്ന് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യണ ഇഷ്ടമാണോ ചോദിച്ച്. അപ്പൊ എനിക്ക് തൽക്കാലം ഫാത്തിമ ആമിന എന്തെങ്കിലും പറയാം. ആമിന പ്രപ്പോസ് ചെയ്തു. ആഷി വിത്ത് ആമിന. അല്ല, ഫസ്റ്റ് ലവ് ലെറ്റർ ആയിരുന്നു. ലവ് ലെറ്റർ ഫസ്റ്റ് ലവ് ലെറ്റർ. ഏത് കാലഘട്ടം? 2010. ഇപ്പൊ എത്ര വയസ്സുണ്ട് ആഷിക്ക്? ഞാൻ 2013 ഗൾഫിൽ പോണത്. 13 ഗൾഫിൽ പോകുന്നത്. അപ്പൊ 2000 വയസ്സ് പറയാനൊരു ബുദ്ധിമുട്ടുള്ള പോലെ? ഇല്ലല്ല, 30 30 വയസ്സേ ഉള്ളൂ. വയസ്സുള്ളൂ. പ്ലസ് 8ലെല്ലാം പഠിക്കുമ്പോഴാണ് ഓർമ്മ. 8ലെല്ലാം പഠിക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ലവ് ലെറ്റർ കിട്ടി. അപ്പൊ നമ്മള് 2013 കഥയാണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വായിച്ചു നോക്കാൻ ഒരു മൂടൊന്നും ഉണ്ടായില്ല. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ പറഞ്ഞ് വായിച്ചു നോക്കി. അപ്പൊ അത്യാവശ്യം കൊള്ളാവുന്ന ലെറ്റർ ആയിരുന്നു. എന്തായിരുന്നു ഇതിന്റെ അകത്ത് എഴുതിയിരുന്നത്? പൊളിയായിരുന്നു. മറ്റേ സാധനമാണോ? എന്നെ മറന്നാലും പഴയ ആൽബം പാട്ടിന്റെ മൂടാ. പഴയ ആൽബം പാട്ടിന്റെ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഷാഫി കൊല്ലം, സലീം കൊടുത്തിട്ടൊക്കെ കത്തിയിരിക്കുന്ന സമയമാണ്. ആ ടൈം ഞങ്ങളുടെയും പ്രൈം കാലഘട്ടം. ആദ്യം പറഞ്ഞ ആൽബത്തിന്റെ ഒരു സംഭവമാണല്ലോ. അപ്പൊ അങ്ങനെ വന്ന് ലവ് ലെറ്റർ വന്ന് വായിച്ച്. അപ്പൊ കൊള്ളാവുന്നൊരു കുട്ടിയും കുഴപ്പമില്ല, കാണാനും കൊള്ളാം. പിന്നെ എൻ്റെ ആ കുട്ടിന്റെ സിസ്റ്ററിനെ എൻ്റെ ഒരു ഫ്രണ്ട് നോക്കുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞ്, നീ ഇതിനെ ഓക്കെ ആക്കിയാ അതെനിക്ക് പെട്ടെന്ന് വീഴും, ഒരു സപ്പോർട്ട് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഇഷ്ടമാണ് പറഞ്ഞു. പിന്നെ സീരിയസ് ആയി. എല്ലാ കമ്പനി കൂട്ടുകാരിലും കാണുമല്ലോ, എല്ലാ കൂട്ടുകാരിലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു 3 വർഷത്തോളം പ്രണയിച്ച്. 3 വർഷത്തോളം. അതായത് നല്ല പ്രായം മൊത്തം ഒരു 13 തൊട്ട് 16 വരെ. 16 ഭയങ്കര പ്രണയമായിരുന്നു. ഭയങ്കരമാണല്ലോ, ചെറുപ്പമല്ലേ, ഭയങ്കര പ്രണയമായിരുന്നു. പിന്നെ അത് ഒരു 3 വർഷം 4 വർഷം പ്രണയിച്ച്. പിന്നെ അവളുടെ ഒരു ലാസ്റ്റ് ടൈം അവളുടെ മെയിൻ സെറ്റ് വേറെ ആയിരുന്നു. മെയിൻ സെറ്റ് പറഞ്ഞാൽ അവൾക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. മീൻസ് അവളുടെ ഫാമിലി. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്, ആരും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. വീട്ടുകാരായാലും നാട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും ആരും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എല്ലാവരും എന്നെ കാണുമ്പോൾ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന്. അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിഷമം എന്നാണ് ഈ ആഷി പറയുന്നത്. ഉണ്ടാവുമല്ലോ എന്തായാലും സ്വാഭാവികമായിട്ടും. നാട്ടിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ ആരും പഴയതുപോലെ തന്നെ ഒരു ഇതല്ല. ഞാൻ വേറെ ഏതോ നാട്ടിൽ പോയി. എല്ലാവരും തൂച്ചിട്ട് നോട്ടവും. മറ്റൊരു എന്റെ വീടിന്റെ തൊട്ട് പള്ളിയാ. എന്റെ വീടിന്റെ തൊട്ട് പള്ളി. അപ്പൊ വെള്ളിയാഴ്ച ഞാൻ പുറത്തേക്കെല്ലാം ഇറങ്ങുമ്പോൾ പള്ളിക്ക് വരുന്ന ആൾക്കാർ ആശി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ തുറച്ച് നോട്ടം. അപ്പൊ നാട്ടിൽ നിൽക്കാൻ ഒരു മൂടില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും പറഞ്ഞാൽ, ഞാനെടുത്ത
ഒരു തീരുമാനം ഉണ്ടല്ലോ, അത് അവർക്ക് തെറ്റായിരിക്കും. അതുകൊണ്ടായിരിക്കും. അതെ, അവർക്ക് അതാ അവർക്ക് തെറ്റായിരിക്കും. പക്ഷെ എനിക്ക് ശരിയായ കൊണ്ടല്ലേ നടത്തത്. എനിക്ക് കുറെ ഫ്രണ്ട്സുകളുണ്ട്. അതിൽ 4 പേര് എന്റെ കട്ട ചങ്കാണ്. ഞാൻ എന്തൊരു ആവശ്യം പറഞ്ഞാലും ആ നിമിഷം അവർ ഓടി വരും. അത്രയ്ക്ക് കട്ട ചങ്കായിട്ടുള്ള ആ 4 പേരുണ്ട്. അവരിപ്പോ എന്നോട് മിണ്ടാറ് പോലും ഇല്ല. എനിക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ് അവരുടെ ഈ അവഗണന എന്ന്. ശരിക്കും അവരെല്ലാം അവഗണിക്കുന്നത് എന്ത് കാര്യത്തിനാ? ഈ ജാസിയായിട്ടുള്ള ഈ ഒരു റിലേഷന്റെ പുറത്താണ് അവരെല്ലാവരും ഒഴിഞ്ഞു മാറി നടക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അത്ര പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബന്ധമല്ലല്ലോ. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്ന് ഒരു അവഗണന. എനിക്കൊരു 4 ഫ്രണ്ട്സ് ഉണ്ട്, പേര് പറയാൻ താല്പര്യം ഒരു 4 ഫ്രണ്ട്സ് ഉണ്ട്. ഇനി വേറെ ആരെന്ന് എന്ത് പറഞ്ഞാൽ ഇവര് 4 പേരും എന്നെ ഇങ്ങനെ ചെയ്യുമ്പോ എനിക്കൊരു എന്ത് ചെയ്തു അതാണ് അവരുടെ പേര് പറയുന്നില്ല. പഴയ പോലെ പെരുമാറുന്നില്ല. പിന്നെ പഴയ പോലെ പെരുമാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ എനിക്ക് എന്റെ ഒരു സുഹൃത്തുക്കളെ അവോയ്ഡിങ് ആയി ഒരു കൂട്ടം ഉണ്ടെന്ന് കൂട്ടിക്കോ. ആ കൂട്ടം എന്നെ അവോയ്ഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തുന്നു എന്ന് എനിക്ക് തോന്നുന്ന ഒരു എന്തെങ്കിലുമൊക്കെ സന്ദർഭങ്ങൾ ലൈഫിൽ എന്തായാലും ഉണ്ടാകുമ്പോഴാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഇവരെന്നെ പഴയ പോലെ കാണുന്നില്ല, എന്നെ ഒറ്റപ്പെടുത്തുവാണല്ലോ, എന്നെ മാറ്റി നിർത്തുവാണല്ലോ, ഇത് ഇന്ന കാര്യം കൊണ്ടായിരിക്കും എന്ന് നമ്മുടെ മനസ്സ് പറയുമല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുള്ള എന്താണ് അനുഭവം? അതായത് ഒരിക്കലും മറക്കാൻ സ്ട്രൈക്കായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ ബാധിക്കും. ഞാൻ ലാസ്റ്റായിട്ട് ഇപ്പൊ നാട്ടിൽ പോയൊരു കഥ പറഞ്ഞു. ഞാൻ ലാസ്റ്റായിട്ട് നാട്ടിലേക്ക് വന്നത് എയർപോർട്ടിൽ നിന്ന് എന്നെ വിളിച്ചതാ. എന്നെ എയർപോർട്ടിൽ നിന്ന് എന്റെ വീട്ടുകാരെ കൊണ്ടുവന്ന് ഞാനൊരു ലോക്ക് എന്റെ ഫോണെല്ലാം മേടിച്ചു വെച്ച്. എന്റെ ഫോണ് മേടിച്ചു വെച്ചു എന്റെ വീട്ടിൽ, എന്റെ പാസ്പോർട്ടെല്ലാം ഇപ്പൊ എന്റെ വീട്ടിലുള്ളത്. ആഷി ദുബായിൽ നിന്ന് വന്നപ്പോൾ എയർപോർട്ടിൽ വെച്ച് തന്നെ ആഷിയുടെ ചേട്ടൻ പാസ്പോർട്ട് അങ്ങ് കൈക്കലാക്കി. എന്നിട്ട് ആഷിയെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയി ഉമ്മാടെ അടുത്ത് കൊണ്ടുപോയിട്ട് വീട്ടിലങ്ങ് ലോക്കാക്കി. എന്നാൽ ആഷി അവിടെ ഒന്നും നിന്നില്ല കേട്ടോ. അതെല്ലാം കളഞ്ഞേച്ച് എങ്ങനെയൊക്കെയോ ചാടി അങ്ങ് ജാസിയുടെ അടുത്തെത്തി. എന്നിട്ട് ഈ ആഷി പറയുന്നത് എന്താ, എനിക്ക് ഒരിക്കലും അവക്ക് വാക്ക് കൊടുത്തു പോയി, എനിക്കത് മാറാൻ പറ്റത്തില്ല എന്നാണ് ഈ ആഷി പറയുന്നത്. എന്നാൽ ഈ ഉമ്മ പറയുന്നത് എന്താ, മോനെ നീ എല്ലാം ഉപേക്ഷിച്ചിട്ട് നീ എന്റെ അടുത്ത് പോരെ, നിനക്ക് ഞങ്ങൾ നല്ലൊരു കല്യാണം ആലോചിച്ച് നല്ലൊരു പെണ്ണിനെ കെട്ടി കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ഈ ഉമ്മ പറയുന്നത്. പക്ഷെ ഈ ആശയോട്ട് കേക്കോ അതും ഇല്ല. ഒരു മനുഷ്യനെ പൂട്ടി വെക്കാൻ നോക്കി അതൊന്നും നടക്കത്തില്ല. അല്ലെങ്കിൽ അവര് മനസ്സ് മാറി തന്നെ വരേണ്ടി വരും. നീ പോവില്ല, പാസ്പോർട്ട് തരില്ല, ആ ഒരു സംഭവം. അതുകൊണ്ടാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ നിലവിൽ എന്താ കാര്യം ഈ റിലേഷൻഷിപ്പ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓപ്പണായി പറഞ്ഞാൽ തന്നെ റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട്സിനായിക്കോട്ടെ ആയിരിക്കും. അവര് പറഞ്ഞ നീ പഴയ ആശയായിട്ട് വാ, നമ്മളെല്ലാരും നിന്റെ കൂടെ ഉണ്ട്, എല്ലാം ഒഴിവാക്ക്, അങ്ങനെ അവര് പറയുന്നത്. പക്ഷേ ആശയ്ക്ക് പറ്റുമോ അത്? ഞാൻ പറഞ്ഞാൽ ഒരാൾക്ക് വാക്ക് കൊടുത്ത് നിന്റെ ഒപ്പം മരണം വരെ കൂടുണ്ടാവും പറഞ്ഞു. ഞാൻ എൻ്റെ ഇതിൽ നോക്കി ഞാൻ ഒരാൾക്കൊരു വാക്ക് കൊടുത്തത്. എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരാൾ നമ്മൾ പറഞ്ഞു പറ്റിക്കണ്ടല്ലോ. ആഷി ഇപ്പൊ ലോക്കായിരിക്കുകയാണ് നാട്ടില്. കാരണം ഇനി ദുബായിലോട്ട് പറക്കണമെങ്കിൽ വീട്ടുകാരുടെ കഴിവുണ്ടാവണം. അവരുടെ കയ്യിലാണല്ലോ പാസ്പോർട്ട്. ഇനിയിപ്പോ അതല്ല പോട്ടെ, പുതിയൊരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാസ്പോർട്ടും വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നത് എവിടേക്കാ? വീട്ടിലേക്ക് തന്നെ. അപ്പൊ അതും അവരെടുത്ത് വെക്കും എന്ന് കരുതിയിട്ട് അതിനൊന്നും മുതിരാതെ ഇരിക്കുകയാണ് ഇപ്പൊ ആഷി. ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ ആധാർ കാർഡ് എങ്കിലും വേണം പാസ്പോർട്ടിന് വേറെ എടുക്കണമെങ്കിൽ, മനസ്സിലായോ? പിന്നെ പാസ്പോർട്ട് നേരെ പോണത് അവിടേക്ക് ആയിരിക്കും, വീണ്ടും അവര് പിടിച്ചു വെക്കൂലേ. അത് പിന്നെ അതിന് കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ വേറെ പാസ്പോർട്ടിന് ഞാൻ പിന്നെ കൂടുതൽ ട്രൈ ചെയ്തില്ല. വീട്ടിൽ വിളിച്ച് അങ്ങനെ ഇങ്ങനെ എന്നെപ്പോ ഇങ്ങനെ ആക്കി. ഞാൻ ഒരു സംഭവത്തിൽ ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ അപ്പൊ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ആഷിയുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വീട്ടിലായതുകൊണ്ടാണ് ഇപ്പൊ തൽക്കാലം നിങ്ങൾ ദുബായിലേക്ക് പോവാതെ കാര്യമുണ്ട്. ഈ ട്രാൻസ്ജെൻഡർ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ട്രെയിനകത്തൊക്കെ വെച്ചിട്ട് പണ്ട് കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത് എന്ന്. ഭയങ്കര ഒരു കെയറിങ് തന്നു. സത്യം പറഞ്ഞാൽ ഓപ്പണായി പറയട്ടെ, ഈ ട്രാൻസ് എന്നുള്ള സാധനത്തിനെ എന്റെ വാപ്പല്ലേ, എന്റെ വാപ്പാന്റെ കൂടെ ഞാൻ എന്റെ വാപ്പാന്റെ പെങ്ങന്മാരൊക്കെ തമിഴ്നാട്ടിൽ അടിച്ചു അവിടേക്ക് പോകുമ്പോ ഈ ട്രെയിനിൽ നിന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റേ അവരിങ്ങനെ കൈയിട്ടൊക്കെ എന്താ പറയുമല്ലോ, അങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിക്കും. പിന്നെ ജാസി അങ്ങനെ സംഭവമാണ്. പിന്നെ എനിക്ക് ഇവിടെ വേറെ ഒരു ട്രാൻസ്ലേറ്റ് എനിക്കൊരു കമ്പനി ഒന്നുമില്ലേ. ഫസ്റ്റ് ജാസിനായിട്ട് മാത്രം വോയിസ് നമ്മൾ എല്ലാവരും കേട്ടതാണ്. ആ ഉമ്മ അങ്ങനെ കിടന്ന് കരഞ്ഞു പറയുന്നതിന് ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതൊരു ഉമ്മയുടെ ആഗ്രഹം തന്റെ മകൻ തന്റെ അടുത്ത് വേണം, നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ്.
അത് മാത്രമാണ് ആ ഉമ്മയുടെ പ്രാർത്ഥന. അതിനെ ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. ആശിയും തമ്മിലുള്ള ജാസിയും ഉമ്മായും തമ്മിലുള്ള സംഭാഷണത്തിൽ ഉമ്മയോട് വളരെ റൂഡായിട്ട് ജാസി സംസാരിച്ചത് കുണ്ടനെ വിളിച്ചോ എന്ന് അല്ല, അത് എന്താ വെച്ചാല് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നാറില്ലേ? എനിക്ക് എൻ്റെ ഉമ്മാന്റെ വോയിസ് ഇതിൽ വന്ന് നല്ല സങ്കടം. ഞാൻ ജാസിക്കും അറിയാം. എന്തായാലും ലാസ്റ്റ് ജാസിക്കിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. എന്നാൽ പണി കിട്ടിയതോ ആഷിക്ക്. എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത് ഫുൾ സൗണ്ട് കൂട്ടിക്കോ. അടുപ്പിച്ച് വെച്ചോ. ഹലോ ഹലോ, എവിടെ? ഞാനിതാ വീട്ടിലുണ്ട്. വീട്ടിലാ? ആ ഞാൻ റിയാസ് ഖാൻ്റെ കൂടെ ഇവിടേക്ക് വന്നതാ. എവിടേക്ക്? ഞാൻ മലപ്പുറം പോവാന്നുള്ള സെറ്റപ്പില്ല. ഞാൻ ലേറ്റ് ആവും കേട്ടോ വരാന്. എത്തും. ലേറ്റ് ആവും. നീ ഹലോ പറ. അല്ല, ഉള്ള സത്യം പറഞ്ഞു. ഇന്റർവ്യൂവിൽ ആരെന്ന് പറഞ്ഞു, ഇന്ന ഒരു സംസാരം വന്നെന്ന് തന്നെ പറഞ്ഞു. ജാസി, ഒന്ന് പ്രാങ്ക് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചാ. പക്ഷെ എനിക്ക് ഡ്രാമ കളിക്കാത്ത കൊണ്ട് ചമ്മി നല്ല രീതിയിൽ ചമ്മി. ഹലോ, ഞാൻ പറയാം. അതായത് നിലവിലെ സാഹചര്യത്തിൽ ജാസി ആശിയും തമ്മിലുള്ളൊരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. മറ്റേ ഇടി കൊടുത്തില്ലേ, കട്ടായി പോയി. എന്താ നിങ്ങൾ താല്പര്യമില്ലേ? കട്ടാക്കി വിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാണ്ട് കട്ടാക്കിയതാ. വേറെ ആള് ഇന്റർവ്യൂല് വിളിച്ചു നോക്കാം. ഇന്റർവ്യൂല് പറഞ്ഞപ്പോ കലിപ്പായോ? അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ മതിയോ? ഞങ്ങൾക്ക്